ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൃഷ്ണവർണ്ണത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയുന്നത് ഒരു ചെറിയ കഥയാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയല്ലേ, അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ചെറിയ കഥയാണ് പറയുന്നത്. അത് മഹാഭാരതത്തെ പറ്റിയിട്ടാണ്. മഹാഭാരതം കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് ഒരു ചെറിയ വിവരണം മഹാഭാരതത്തെ പറ്റിയിട്ട് പറഞ്ഞു തരാം. ബാക്കി അടുത്തതിൽ നോക്കാം. അപ്പോൾ നോക്കാം. വ്യാസമഹാമുനിയാണ് ഭാരതം രചിച്ചത്. ഭാരതത്തിൻ്റെ ആദ്യ ചക്രവർത്തിയായി ഘോഷിക്കപ്പെടുന്നത് ഭരതനാണ്. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരിൽ 2 കൈവഴിയിലുള്ള രാജാക്കന്മാരുടെ യുദ്ധമാണ് ഇതിലെ പ്രധാന വിഷയം. അതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് ചിലർ കരുതുന്നു. എന്നാൽ ബാ എന്നാൽ എല്ലാറ്റിലും പ്രകാശിക്കുന്നത്, രാ എന്നാൽ എല്ലാവരിലും താല്പര്യമുണർത്തുന്നത്, താ എന്നാൽ എല്ലാ തീർത്ഥങ്ങളിലും തെറിക്കുന്നത്. അതുകൊണ്ട് ഈ പേര് കിട്ടിയെന്ന് കരുതുന്നവരും ഉണ്ട്. ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്വം കൊണ്ടാണ്, വലിപ്പം കൊണ്ടുമാണ് ഈ മഹാഭാരതമെന്ന് കീർത്തിക്കപ്പെടുന്നത്. ഒരിക്കൽ ദേവന്മാർ സകല വേദങ്ങളും ത്രാസിൻ്റെ ഒരു തട്ടിലും മഹാഭാരതം മറ്റൊരു തട്ടിലും വെച്ച് തൂക്കിയപ്പോൾ മഹാഭാരതത്തിനാണ് തൂക്കം കൂടുതൽ കണ്ടത്. ഈ ഗ്രന്ഥത്തിൽ 1,00,000-ലധികം ശ്ലോകങ്ങളുണ്ട്. ഇതിൽ പ്രതിപാദിക്കാത്ത വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. വിശ്വമഹാകാവ്യങ്ങളൊന്നും തന്നെ മഹാഭാരതത്തോളം വലുതല്ല. ഗ്രീക്ക് കവിയായ ഹോമറിൻ്റെ ഇലിയഡും ഒഡീസിയും കൂട്ടിച്ചേർന്നതിൻ്റെ ഇരട്ടി വലിപ്പം മഹാഭാരതത്തിന് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലത്തെ ഫസ്റ്റിലത്തെ ഒരു ഭാഗമാണ് കുരുപാണ്ഡവന്മാർ. അവരെക്കുറിച്ചിട്ട് നോക്കാം. കുരുപാണ്ഡവന്മാരുടെ യുദ്ധകഥയാണ് ഭാരതമെന്ന് ഒറ്റവാക്കിൽ പറയാം. ആരാണ് ഈ കുരുപാണ്ഡവന്മാർ? അതായത് കൗരവരും പാണ്ഡവരും. നമുക്ക് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം. അതായത് കൗരവരും പാണ്ഡവരുമാണ് ഇതിൽ മെയിൻ വിഷയം. നമുക്ക് അവരെക്കുറിച്ചിട്ട് നോക്കാം. ശന്തനു എന്നൊരു മഹാരാജാവ് ഭാരതം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ദേവലോകത്ത് പോലും വ്യാപിച്ചിരുന്നു. ചില ദേവന്മാർക്ക് ശന്തനുവിനോട് അസൂയയും ഉണ്ടായിരുന്നു. ശന്തനു പുണ്യനദീദേവതയായ ഗംഗയെ വിവാഹം കഴിച്ചു. ഗംഗ അതീവ സുന്ദരിയായിരുന്നു. വിവാഹത്തിന് മുമ്പ് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഗംഗ എന്തു ചെയ്താലും മഹാരാജാവ് തടയാൻ പാടില്ല. ഗംഗ ഓരോ തവണയും കുഞ്ഞിന് ജന്മം നൽകുമ്പോഴും അതിനെ നദിയിൽ മുക്കിക്കൊന്നു. രാജാവ് ദുഃഖത്തോടെ കണ്ടുനിന്നു. ഇടപെടാൻ പാടില്ലല്ലോ. ഇങ്ങനെ 7 കുഞ്ഞുങ്ങളെ കൊന്നു. ഇനിയും ഇത് സഹിക്കാൻ രാജാവിന് കഴിയില്ല എന്ന അവസ്ഥയായി. 8ാമത്തെ കുഞ്ഞ് പിറന്നു. അതൊരാൺകുട്ടിയായിരുന്നു. പതിവ് പോലെ ഗംഗാദേവി കുഞ്ഞിനെ നദിയിൽ മുക്കിക്കൊല്ലാൻ ഒരുങ്ങി. രാജാവ് തടഞ്ഞുകൊണ്ട് ചോദിച്ചു, പ്രിയപ്പെട്ടവളെ, എന്തിനാണ് ഈ ക്രൂരത? ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കൂ. ഗംഗാദേവി പറഞ്ഞു, മഹാരാജാവേ, മനുഷ്യരായ നിങ്ങൾക്ക് ദേവതകളുടെ പ്രവൃത്തികൾ മനസ്സിലാവുകയില്ല. 7 കുഞ്ഞുങ്ങളും മുങ്ങിമരിച്ചത് അവരുടെ വിധി മൂലമാണ്. ഏതായാലും നമ്മുടെ വ്യവസ്ഥയ്ക്ക് വിപരീതമായ അങ്ങ് എൻ്റെ പ്രവൃത്തിയിൽ ഇടപെട്ടതിനാൽ എനിക്ക് അങ്ങയെ പിരിയാനുള്ള സമയമായി. ഗംഗാദേവി കുഞ്ഞിനെയും കൊണ്ട് അപ്രത്യക്ഷയായി. എങ്കിലും കുറേ നാൾ കഴിഞ്ഞ് ആ കുഞ്ഞിനെ യൗവനാരംഭത്തിൽ ഗംഗാദേവി ശന്തനു മഹാരാജാവിന് തന്നെ നൽകി. ആ കുമാരൻ ഗംഗാദത്തൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഈ കുരുപാണ്ഡവരുടെ ഭാഗം കഴിഞ്ഞു. അടുത്തത് ഞാൻ ഭീഷ്മപ്രതിജ്ഞ പറഞ്ഞു തരാം. അപ്പോൾ ഈ കഥ എല്ലാവരും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.